ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ വചന ധ്യാനത്തോടൊപ്പം ചലിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വചന ധ്യാനത്തിലേക്ക് കടക്കട്ടെ. പുറപ്പാട് പുസ്തകം 1-8 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ അനന്തരം യോസേഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യോസേഫിനെ അറിയാത്ത രാജാവിനെ കുറിച്ച് അല്പം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയ ഒരു രാജാവ് അവിടെ ഉണ്ടായി. വാക്യം ഇങ്ങനെയാണ്, പുറപ്പാട് പുസ്തകം 1-8. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്ന് ഊന്നി പറയുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന രാജാക്കന്മാർ യോസേഫിനെ അറിയുന്നവരായിരിക്കാം. അതിനു മുമ്പുണ്ടായിരുന്ന ഏതൊക്കെയോ രാജാവിന് യോസേഫിന്റെ ഉള്ളിലുള്ള ദൈവകൃപ നന്നായി അറിയാവുന്ന രാജാവായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 38 വാക്യം ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ഇവനെ പോലെ ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. രാജാവ് യോസേഫിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അപാരമായ ദൈവകൃപയുടെയും ജ്ഞാനത്തിൻ്റെയും ആഴം മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുത്തനെ കണ്ടുകിട്ടുമോ? അപ്പോൾ ആ കാലത്തിൽ ഉണ്ടായിരുന്ന രാജാവിന് യോസേഫിനെ അറിയാമായിരുന്നു. എന്നാൽ അനുകൂലത ഏറെ നാൾ നിന്നില്ല. യോസേഫിന്റെ കാലം കഴിഞ്ഞു. സന്തതി പരമ്പരയായ ഇസ്രായേൽ മക്കൾ ദേശത്ത് വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു വരികയാണ്. അപ്പോൾ വന്നിരിക്കുന്ന രാജാവ് യോസേഫിനെ അറിയാത്ത ഒരു രാജാവാണ്. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും എപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അനുകൂലനായി നിൽക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം. ചിലപ്പോൾ സാഹചര്യങ്ങൾ, ചിലപ്പോൾ നമ്മുടെ രാജാക്കന്മാർ, ചിലപ്പോൾ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ ഒക്കെ അനുകൂലമായിരിക്കും, സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കും. എന്നാൽ ചില സമയത്ത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടെയും ദൈവം നമ്മളെ കടത്തിവിടും. രാജാക്കന്മാർ നമ്മെ അറിയാത്തവരായിരിക്കും, നമ്മുടെ അധികാരികൾ നമ്മളെ അറിയാത്തവരായിരിക്കും, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ കൃപ അറിയാത്തവരായിരിക്കും. എന്നാൽ ആ സാഹചര്യത്തിന്റെ മധ്യത്തിലും ദൈവം അതിശയകരമായി അനുകൂലമായി നാം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളെ തുറന്നുകൊണ്ട് ജയോത്സവത്തോടെ നമ്മെ നടത്തുന്നു എന്നാണ് പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിന് പറയുവാനായിട്ടുള്ളത്. ഇവിടെ 1-7 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവർ വർദ്ധിച്ചു വരികയാണ്. വാക്യം ഇപ്രകാരമാണ്, ആ തലമുറയൊക്കെയും മരിച്ചു, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനുകൂലത ദൈവത്തിൻ്റെത് അനുഭവിച്ചറിഞ്ഞ ജനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പ്രതികൂലനായിരിക്കുന്ന ഒരു രാജാവ്, ശത്രുവായിരിക്കുന്ന ഒരു രാജാവ് ഈ ജനത്തിന്റെ ആധിക്യം, ഈ ജനത്തിന്റെ പെരുപ്പം, ഈ ജനത്തിന്റെ വലുപ്പം കണ്ടിട്ട് പറയുകയാണ്, ഇവരെ എങ്ങനെയും ഇവിടെ നിന്ന് നശിപ്പിച്ചു കളയണം. അതിന് മുഖാന്തരമായിട്ട് അല്ലെങ്കിൽ അപ്രകാരമുള്ള തൻ്റെ ആഗ്രഹം നടത്തിയെടുക്കുവാനായിട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇപ്പോൾ ജനിക്കുന്ന എല്ലാ ശിശുക്കളെയും ആൺപൈതങ്ങളെയും നദിയിൽ ഒഴുക്കിക്കളയണമെന്ന്, അവരുടെ വർധനവിന് തടയിടുവാൻ, അവരുടെ സന്താന ബാഹുല്യത്തിന് തടയിടുവാൻ യോസേഫിനെ അറിയാത്ത രാജാവ് തെരഞ്ഞെടുത്ത മാർഗമാണ് ജനിക്കുന്ന ആൺപൈതങ്ങളെ നശിപ്പിച്ചു കളയുക. എന്നാൽ ഈ പ്രതികൂല സാഹചര്യത്തിലും യോസേഫിനെ അറിയാത്ത ഒരു രാജാവാണ് ദേശം ഭരിക്കുന്നതെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ചില സാധാരണക്കാരെ ദൈവം അവിടെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് അനുകൂലമായിരിക്കുന്ന വാക്യം പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 17 വാക്യമാണ്. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു.
നാം ഇവിടെ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം, യോസേഫിനെ അറിയാത്ത പ്രബലനായ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവിന്റെ അടുക്കൽ പോലും നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത, അധികാരങ്ങളില്ലാത്ത, കൊട്ടാരങ്ങളില്ലാത്ത, സിംഹാസനങ്ങളില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ 2 സൂതി കർമ്മിണികൾ, മിഡ്വൈഫുകൾ, അവരെപ്പോഴും ആയിരിക്കുന്നത് ഇരുണ്ട പ്രസവ മുറിക്കുള്ളിലാണ്. പ്രസവമുറിയുടെ അന്ധകാരത്തിനുള്ളിൽ വേദനയും നിലവിളിയും മാത്രം കണ്ടുകൊണ്ട് ഞരക്കങ്ങൾ കേൾക്കുന്ന ഈ സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെട്ടു. യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന 2 സൂതികർമ്മിണികൾ മതി ദൈവ മക്കൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിർത്തുവാൻ. 17-ാം വാക്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, കർമ്മിണികളോ അവർ ദൈവത്തെ ഭയപ്പെട്ടു. നമുക്കറിയാം, രാജാവ് ഈ മിഡ്വൈഫിനോട് പറഞ്ഞിരുന്നത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും കൊന്നുകളയണമെന്നാണ്. എന്നാൽ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവരൊരാൺ പൈതലിനെ പോലും കൊന്നുകളയാതെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർധനവ് നൽകി. അനുകൂലമല്ലാത്ത രാജാവ്, യോസേഫിനെ അറിയാത്ത രാജാവ് വർധനവയ്ക്ക് തടയിടുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന സാധാരണക്കാരിലും സാധാരണക്കാരായ 2 മിഡ്വൈഫുകൾ, 2 പ്രസവ ശുശ്രൂഷ നടത്തുന്ന നഴ്സസ് വിചാരിച്ചത് കൊണ്ട്, ദൈവം അവർ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, അവർ ദൈവത്തെ ഭയന്നത് കൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കുടുംബ വർധനവ് നൽകി. പലപ്പോഴും ദൈവമക്കളായിരിക്കുന്ന നാം പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി പദം പറഞ്ഞുകൊണ്ട്, സങ്കടം പറഞ്ഞുകൊണ്ട് നിരാശയിലേക്ക് പോവുകയും നമ്മുടെ എല്ലാ ക്രൈസ്തവ പ്രത്യാശയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അനുദിനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നാം പറയുന്നത് ഈ പ്രതികൂല സാഹചര്യത്തെയാണ്. ഇപ്രകാരം യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നതുകൊണ്ട്, ഇപ്രകാരമുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്, ഇപ്രകാരമുള്ളൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്, ഇപ്രകാരമുള്ള അവസ്ഥകൾ എൻ്റെ സാഹചര്യത്തിൽ വന്നതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകുവാൻ പറ്റുകയില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ ഓർക്കുക, പ്രബലനായ രാജാവ് അനുകൂലമല്ലാതിരിക്കെ ഒട്ടും ബലമില്ലാത്ത 2 സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി നമ്മുടെ കാര്യങ്ങൾ നടക്കുവാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ തലമുറ നിലനിൽക്കുവാൻ. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ അവർക്ക് വംശവർധനവ് നൽകി. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ സഹായത്തിനായിട്ട് നോക്കുന്നത് രാജാക്കന്മാരുടെ കണ്ണുകളിലേക്കായിരിക്കും, സിംഹാസനത്തിന്റെ അധികാരങ്ങളിലേക്കായിരിക്കും, വലിയവരിൽ വലിയവരുടെ മുഖത്തേക്കായിരിക്കും. എന്നാൽ ഈ ഭാഗം പുറപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, സാഹചര്യം എത്ര പ്രതികൂലമായിക്കൊള്ളട്ടെ, രാജാക്കന്മാർ അറിയാത്തവരായിക്കൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന, നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചെറിയ സങ്കേതങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. നാം ബലവാന്മാരിലേക്ക് കണ്ണു പായിച്ച്, മിടുക്കന്മാരിലേക്ക് കണ്ണു പായിച്ച് ക്ഷീണിച്ചും മടുത്തും തളരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഇരുണ്ട പ്രസവമുറി തുല്യമായ ചില ഇടങ്ങളിൽ നിന്ന് ബലഹീനരായ ദൈവത്തെ ഭയപ്പെടുന്ന ചിലർ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മെ നശിപ്പിക്കുവാനായിട്ട് യോസേഫിനെ അറിയാത്ത രാജാക്കന്മാർ എത്ര ഓർഡേഴ്സ് പുറപ്പെടുവിപ്പിച്ചാലും അതിൻ്റെ മധ്യത്തിൽ അനുകൂലനായ ദൈവം ബലഹീനരായ സൂതികർമ്മിണികളെ കൊണ്ട് നമ്മുടെ കാര്യം നടത്തിത്തരുമെന്നുള്ള ആത്മീയ സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ അവർക്ക് വംശവർധനവ് നൽകി. ഒരൊറ്റ ആൺകുഞ്ഞിനെ പോലും ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ച, ഇസ്രായേൽ അമ്മമാരിൽ ജനിച്ച ഒരു കുഞ്ഞിനെ പോലും നശിപ്പിച്ചു കളയാതെ ഈ സാധാരണക്കാരായ മിഡ്വൈഫുമാർ രക്ഷിച്ചത് കൊണ്ട് യോസേഫിനെ അറിയാത്ത രാജാവിൻ്റെ എല്ലാ പദ്ധതികളും സൂതികർമ്മിണികളിലൂടെ പൊളിച്ചടുക്കുന്ന ഒരു അപാരമായ ദൈവകൃപയാണ് പുറപ്പാട് പുസ്തകത്തിന് 1-ാം അധ്യായത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം, ശക്തി പ്രാപിക്കാം. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ ഭയപ്പെടുന്നവരോട് ചേർന്ന് മുന്നോട്ടുള്ള യാത്രയിലേക്കായിരിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.
you.